ഞാനിവിടെ നമ്മുടെ പാർക്കിൽ ഓടാൻ വേണ്ടിയിട്ട് വന്നതാട്ടാ. നോക്കിക്കുക അവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകുന്നത് നല്ല രസമുണ്ട്. നമ്മുടെ താറാവിൻ്റെ പോലെ ആയിട്ട് അവർ ഇരിക്കും. അവർ നന്നായിട്ട് പറക്കും. ഇതിനെ ഗീസ് എന്നാട്ട് പറയുന്നത്. ഇറങ്ങിപ്പോയി. സൗണ്ട് കേൾക്കണില്ലേ? അത് മാൻ്റെ സൗണ്ടാട്ടോ അതിൻ്റെ ഉള്ളിൽ നിന്ന് കേൾക്കണേ.
അയ്യോ നല്ല ഭംഗിയുള്ള 2 ചുവന്ന കിളികളാണ്ട് പറന്ന്. അപ്പോൾ നമ്മുടെ കോഴീനെ താറാവിനെയൊക്കെ അയച്ചിട്ട് നമ്മുടെ കുഞ്ഞി താറാവുകളെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. അവർ ഇറങ്ങി വരാൻ സമയം എടുക്കും. വഴിയൊക്കെ കണ്ടുപിടിച്ച് വരാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുക്കും അവർ. ഇവിടെ പുല്ലൊന്നും അങ്ങനെ നാശാക്കില്ല കേട്ടോ. അവർ നടന്ന് പുല്ലൊക്കെ തിന്ന് അങ്ങനെ നടന്നോളും. നമ്മുടെ കോഴികൾ അയച്ചിട്ട വഴിക്ക് തന്നെ നമ്മുടെ കിളികൾക്ക് നമ്മൾ ഫുഡ് വെച്ചിട്ടില്ലേ ആ മരത്തിൻ്റെ അടിയിലാട്ടോ. അവർക്ക് അവരുടെ കിളികളുടെ ഫുഡ് വലിയ ഇഷ്ടമാണ് അവർക്ക്. നമ്മുടെ ആസ്പിൻ ഇത്ര നേരം ഇവിടെ ഇരിക്കണുണ്ടായിട്ടോ. കോഴീനെ അയച്ചിട്ട് കഴിഞ്ഞപ്പോൾ അവൻ അങ്ങോട്ട് പോയി ബാക്കിലേക്ക്. കോഴികളുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരമുണ്ട്. ഒരു സാധനം അങ്ങനെ വേസ്റ്റ് ആവില്ല. എന്തെങ്കിലും സാധനങ്ങൾ കിളികൾ കൊത്തി താഴെ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ കൊത്തി. അപ്പോൾ അങ്ങനെ എൻ്റെ പുറത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉച്ചക്കലത്തേക്ക് ഇപ്പോൾ ഇവിടെ സമയം 10:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള ഊണിനുള്ള കറികളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്ക് കടയിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു കുടപ്പം കിട്ടിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ സൈഡിലൊക്കെ കുടപ്പം എന്നാണ് പറയുന്നത്. വാഴയുടെ പൂവുണ്ടല്ലോ, ഇത് വെച്ചിട്ട് സാധാരണ നമ്മൾ തോരനല്ലേ ഉണ്ടാക്കാറുള്ളത്. പക്ഷെ ഇത് നമ്മൾ കറിയായിട്ട് നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പം ഇതും പിന്നെ ഉരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടി ഇട്ടിട്ട് നമ്മൾ തേങ്ങ വറുത്തിട്ട് നമ്മൾ കറി വയ്ക്കില്ലേ, അങ്ങനെയാണ് നമ്മൾ കറി വയ്ക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ചാറ് കറി ഇട്ട. പിന്നെ വേറെ 2 കൂട്ടം കറികളും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് റെഡിയാക്കാം. പിന്നെ ലാസ്റ്റ് നമ്മൾ മിയാക്സിനിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നീയും പിന്നെ അലീനയും വന്നേക്കണ വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ കാണിക്കേണ്ടായിരുന്നു നീ അവിടെ നിന്ന് പോയിട്ട് ജമൈക്കയിലേക്ക് പോണ ഒരു വീഡിയോ ആണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് അവൾ കഴിഞ്ഞ ആഴ്ച പോയതാട്ടോ. പോയി ഓൾറെഡി വന്നു. തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ 2-3 പേരെ അതിനകത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീയെ തന്നെയാണോ പോയെന്ന്. സാധാരണ അവളിങ്ങനെ എവിടെയെങ്കിലും മിക്കപ്പോൾ ഇങ്ങനെ ഓരോ കൺട്രിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരാൾ കൂടി ഉണ്ടാവും. ഈ പ്രാവശ്യം തന്നെയാണ് പോയത്. പക്ഷെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്, തന്നെയാണ് പോണേന്നുള്ളത്. അപ്പോൾ തന്നെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പേടിയുണ്ട്. അതിപ്പോൾ വേറെ കൺട്രിയിലേക്കാണ് തന്നെ പോകണമെന്ന് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂലോ. എന്നിട്ട് എനിക്ക് പോണ സമയത്ത് ആദ്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അത് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലാണ്ട് ആള് തിരിച്ചെത്തി. ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ട് തന്നെ ഒരു സ്ഥലത്തേക്കും അമേരിക്കയിലേക്കാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വേറെ കൺട്രിയിലേക്ക് ആദ്യമൊക്കെയായിട്ട് പോകുമ്പോഴേ തന്നെ പോരുന്ന പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെ കുഴപ്പമൊന്നുമില്ലാണ്ട് ആള് തിരിച്ചെത്തി. അവിടെ നല്ലതായിരുന്നു പറഞ്ഞു. അത്യാവശ്യം നല്ല ചൂടൊക്കെ ഉണ്ട്, നമ്മുടെ നാട്ടിലെ പോലത്തെ ഒരു വെതറൊക്കെയാന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അങ്ങനെ ആവശ്യം. ഓക്കെ, അപ്പം ഞാൻ നമ്മുടെ ഈ കറിക്കുള്ള സാധനങ്ങളൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. ഇന്നിവിടെ നല്ല വെതറായിട്ടോ. ഇപ്പം ചെറുതായിട്ട് ചൂട് തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ നല്ല വെതറെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ആകെ ഒരു ക്ലൗഡി ആയിട്ടാണ് നിൽക്കുന്നത്. പുറത്ത് ഭയങ്കര ചൂടില്ല, ഒരു ചെറിയൊരു തണുപ്പൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ക്ലൈമറ്റ് ആട്ടാ. ഇപ്പം പുറത്തേക്ക് കാണാനാണെങ്കിൽ നല്ല ഭംഗിയായി കാണാൻ വേണ്ടിയിട്ട് എന്ത് രസം എന്നറിയാം പുറത്ത് കാണാൻ വേണ്ടിയിട്ട്. കാരണം വെതറായിരുന്നാലും നല്ലൊരു വെതറ്. മരത്തുമ്മ ഇലകളൊക്കെ വരുന്ന സമയമാണ്. അപ്പം ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ മരത്തുമ്മയ്ക്ക് ഈ പുതിയതായിട്ട് കണ്ടമാനം മരമുണ്ടല്ലോ ഇവിടെ. അപ്പോൾ ഈ പുതിയതായിട്ട് വരുന്ന ഇലയുടെ കളറൊക്കെ ഇരുന്നാലും നല്ല ഫ്രഷ് ഇലയ്ക്ക് ഒരു പ്രത്യേക ഒരു കളറുണ്ടല്ലോ. അപ്പോൾ പുറത്തേക്ക് പിന്നെ ഇവിടെ നിറച്ച് മരങ്ങളുണ്ടല്ലോ. പുറത്തേക്ക് കണ്ട് നോക്കുമ്പോൾ എന്ത് രസം എന്നറിയാം കാണാൻ വേണ്ടിയിട്ട്, നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഈ സമയത്ത് ഇവിടെ ആൾക്കാർക്ക് ഈ കുറേ അലർജികൾ വരും ചിലർക്ക്. ഈ ഇത്രയ്ക്കധികം മരത്തുമ്മയ്ക്കും പുതിയ ഇലകൾ വരാണല്ലോ. അപ്പം ഈ അതിൻ്റെ ഇങ്ങനെ ഒരു പൊടി വരുമല്ലോ, പൂമ്പൊടി വരുമല്ലോ. അപ്പം അതിനെ പോളൻ എന്ന് പറയും ഇവിടെ. അതിൻ്റെ പോളൻ്റെ അലർജി വരും ചിലർക്ക് പുറത്തിറങ്ങിയിട്ട് ഭയങ്കര തുമ്മലായിരിക്കും. ആ സമയമാണ് ഇപ്പോൾ. പക്ഷെ എനിക്കതിനെ കുഴപ്പമുണ്ടാവാറില്ല, ചിലർക്ക് ഭയങ്കര അലർജിയാണ്. ഓക്കെ, അപ്പം നമ്മുടെ കുഴപ്പമില്ല, ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തതാണ്. ഓക്കെ, ഇനി നമുക്ക് പിന്നെ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് തേങ്ങ നമുക്ക് വറുത്തെടുക്കണം. നമ്മുടെ ആസ്പിൻകുട്ടൻ രാവിലെ പുറത്തൊക്കെ പോയി നടക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് വന്ന് ആൾ ഉറങ്ങാണ്. ഇവ സമ്മറൊക്കെ ആയതുകൊണ്ട് തന്നെ ആള് മിക്കപ്പോഴും പുറത്ത് തന്നെയാണ്. ഇപ്പോൾ അവന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാഴ്ചകളൊക്കെ ഉണ്ടല്ലോ കുറേ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കിളിക്ക് നമ്മൾ തീറ്റ വെച്ച് കൊടുക്കുന്നുണ്ട്, കണ്ടമാനം കിളികൾ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ 2 ദിവസം മുമ്പ് ഞാൻ ഒരു മരത്തിൻ്റെ ഇത് വെച്ചിട്ട് മരത്തിൻ്റെ ഒരു പീസ് കൂടി ഇരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ അതുമ്പോൾ കുറച്ചിങ്ങനെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് കുറേ കിളികൾ വന്നിരിക്കുന്നുണ്ടായിരുന്നു. അതുമേ ആകുമ്പോൾ കിളികൾക്ക് വന്നിട്ട് ഇരുന്നിട്ട് സുഖമായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് സുഖമുണ്ട്.
മറ്റേ കൂടുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിങ്ങനെ ഇരിക്കുമ്പോൾ വലിയ കിളികൾക്ക് അങ്ങനെ വന്നിരിക്കുമ്പോൾ അത്രയ്ക്ക് സുഖം ഉണ്ടല്ല. എന്നിട്ട് ഞാൻ ആ മരത്തിൻ്റെ ആ പീസിന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ നീയ പിള്ളേർ വന്നതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വളരെ കുറച്ച് ആൾക്കാരെ കണ്ടോളൂ. അത് നല്ല രസമുണ്ട് കേട്ടോ. കുറേ കിളികൾ വരുന്നുണ്ട്. ഇന്നിപ്പോൾ അതുമ്മ കുറച്ച് തീറ്റ കൂടി ഉണ്ട്. ഞാൻ തീറ്റ എടുത്ത് മാറ്റി അതിൻ്റെ, കാരണം കോഴികൾ മുഴുവൻ അത് വന്നിട്ട് ആയ കൊത്തി തിന്നും, പിന്നെ അവരായത് എല്ലായിടത്തേക്ക് തെറിപ്പിച്ചില്ലേ. അപ്പോൾ ഞാൻ മാറ്റിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് കുറച്ച് വിളിച്ചിട്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തീറ്റ അത് ഇരിക്കണ്ടായിരുന്നു. ഞാൻ നോക്കി കഴിയുമ്പോൾ ഒരണ്ണാൻ വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അണ്ണാനും ഇവിടെ കണ്ടമാനം വരും കേട്ടോ. ഞാൻ കഴിഞ്ഞ വർഷമാണോ 9 വർഷമാണോ നമ്മുടെ കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഈ ക്രാക്കഡ് കോൺ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചോളം ഉണ്ടല്ലോ, അത് വാങ്ങിച്ചിട്ട് ഞാനിവിടെ അണ്ണാനും ഒരു പാത്രത്തിൽ നമ്മുടെ ഈ കസി പോലെ വെച്ച് കൊടുത്തിട്ട് അറച്ച് അണ്ണാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അണ്ണാൻ നമ്മുടെ ഗരാജിൻ്റെ ഉള്ളിലാണ് നമ്മളത് വെച്ചിട്ടുണ്ടായിരുന്നത് ക്രാക്കഡ് കോൺ. അതൊക്കെ തിന്നാൻ വേണ്ടി അതിൻ്റെ ഉള്ളിൽ വരെ അവനെങ്ങനെയോ കണ്ടുപിടിച്ച് കയറി. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ ഇട്ട് കൊടുക്കാണ്ടിരുന്നത് ആ മരത്തിൻ്റെ ആ പീസ് മേളോ നമ്മൾ ചിലപ്പോൾ ഞാൻ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ അണ്ണാന്മാർ വരും. അപ്പോൾ നമ്മുടെ ആസ്പിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കിളീൻ്റെ അണ്ണാനൊക്കെ നോക്കിയിരിക്കുന്നത്. അത് ഭയങ്കര രസമാണ്. ഇവനെ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിട്ട് ഈ കിളികൾ വരുന്നതാണെന്നുണ്ടല്ലോ ആ കൂടിൻ്റെ അടിയിലെ മരത്തിൻ്റെ അടിയിൽ പോയിരിക്കും. പിന്നെ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കിളികൾ വലുതും വരും. പിന്നെ ഞാൻ ചെന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം അവിടെ നിന്ന് മാറിയിട്ട് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ടിരിക്കും. അപ്പം പിന്നെയും കിളികൾ വരും. എന്നാലും ഇവനെ അകലെന്ന് അവർ നോക്കണുണ്ടാവും കിളികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് ഇവിടേക്ക് നിന്ന് നോക്കുമ്പോൾ കുറേ കിളികൾ വരും. അത് കഴിഞ്ഞിട്ട് ആളവിടെ ചെന്നിട്ട് അവിടെ അതിൻ്റെ അടിയിൽ ഇരുന്നിട്ട് അവിടെ നിന്ന് ചിലപ്പോൾ ഉറങ്ങിപ്പോവും. കിളിയിലൊന്നും കാണത്തൊന്നുമില്ല. പിന്നെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ കിളി ആ വഴിക്ക് വരത്തില്ല. സമ്മറൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ ഹസ്ബൻഡ് ആയിരുന്നാലും വലിയ സന്തോഷമാണ്. കാരണം എപ്പോഴും പുറത്തൊക്കെ പോകാമല്ലോ. വിൻ്റർ ആകുമ്പോൾ അവനകത്ത് തന്നെ ഇരുന്നിട്ട് ആകെ മടുപ്പാണ്. ഓക്കെ, അപ്പം ഈ ജോലി ശേഷം പിന്നെ പറയുന്നത് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ കുടപ്പനൊന്ന് ഇതേപോലെ ഒന്ന് കൊത്തി അരിഞ്ഞിട്ട് എടുക്കട്ടെ കേട്ടോ. നിങ്ങൾ ചിലർ ചോദിക്കാറുണ്ട് ഈ കടയിൽ ചെന്നിട്ട് നല്ല കുടപ്പന എങ്ങനെയാണ് അറിയണേന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നല്ല അറിയാത്തവരുണ്ടാവില്ല. അപ്പോൾ കുടപ്പന അവിടെ ഇരിക്കണുണ്ടല്ലോ, നമ്മൾ ആദ്യത്തെ ഒരു 2-3 ഒന്ന് പൊളിച്ച് നോക്കാം. പൊളിച്ച് നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ പൂവുണ്ടല്ലോ. ഈ പൂവിന് ഇതുണ്ട് ഫ്രഷ് ആയിട്ട് ഇരിക്കുമ്പോൾ നല്ല കളറായിരിക്കും. പഴക്കത്തും തോറും ഇതിൻ്റെ കളർ മാറിയിട്ട് ഡാർക്ക് കളറായിട്ട് വരും. അപ്പോൾ നമ്മുടെ കുടപ്പം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനൊരു ഇച്ചിരി വെളിച്ചെണ്ണ ഒന്ന് തിരുമ്മി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇതാണ്ട് മാറ്റി വയ്ക്കാം. ഞാൻ എടുത്തത് നമുക്ക് ഉരുളൻകിഴങ്ങ്, ഞാൻ ഇവിടെ 2 ഉരുളൻകിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതും ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ കേട്ടോ. ഇതേപോലെ ഇങ്ങനെ പീലർ ഉണ്ടെങ്കിലുണ്ടല്ലോ പെട്ടെന്ന് പീൽ ചെയ്തിട്ട് എടുക്കട്ടെ. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ പീലർ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയുള്ള ആൾക്കാർ ഇതേപോലെ ഒന്ന് നിങ്ങൾ പീലർ വാങ്ങിച്ചിട്ട് ചെയ്ത് നോക്കും. ഭയങ്കര ഈസിയാണ്. നാട്ടിലേക്ക് ആയിരുന്നാലും ഇപ്പോൾ മാങ്ങയുടെ നല്ല സീസണാണല്ലോ. മാങ്ങയൊക്കെ തൊണ്ടെത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പീലർ ഉണ്ടെന്ന് വെച്ചാലുണ്ടല്ലോ നല്ല എളുപ്പമാണ്. നോക്കിയേ എന്ത് പെട്ടെന്ന് കഴിഞ്ഞെന്ന് നോക്കിയേ. ഉരുളൻകിഴങ്ങ് നമുക്ക് നല്ല ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. കാരണം കുടപ്പനൊക്കെ നമ്മൾ നല്ല പൊടിയായിട്ടുള്ള കട്ട് ചെയ്തേക്കുന്നത്. കൈ കൊണ്ട് നമ്മൾ കട്ട് ചെയ്യാൻ പഠിച്ചാലുണ്ടല്ലോ നമുക്ക് പണികളൊക്കെ കുറച്ചും കൂടി ഈസിയാവും. അതേപോലെ തന്നെ ക്യാരറ്റ് ഏതായാലും നമുക്ക് ചെറിയൊരു പീസ് മതി. ക്യാരറ്റും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ അതിന് നമ്മുടെ കറിയിലേക്കുള്ള ക്യാരറ്റും പിന്നെ ഉരുളൻകിഴങ്ങും കുടപ്പനും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും പിന്നെ ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളകും വേണം. അതും കൊണ്ടിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് തേങ്ങ വറുത്തിട്ടെടുക്കണമെന്നല്ലേ, തേങ്ങ വറുത്തെടുക്കുക. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടിയിട്ട് ചേർക്കാം. നല്ല മൂത്ത തേങ്ങയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തേങ്ങ വറുത്തിട്ടെടുക്കുമ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തേങ്ങ അല്ലാണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടും.
അതേപോലെ നമ്മുടെ തേങ്ങ മൊരിഞ്ഞ് നല്ലൊരു ബ്രൗൺ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികൾ ചേർക്കാം കേട്ടോ. ഫസ്റ്റ് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ അടുത്തത് ചേർക്കുന്നത് മല്ലിപ്പൊടിയായിട്ട് ചേർക്കുന്നത്. ഇത് അങ്ങനെ ടേബിൾ സ്പൂണിൽ ഇങ്ങനെ കുമ്പാരം പോലെ ഇരിക്കുന്നുണ്ട്. തുറന്നപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഫ്രഷ് നാട്ടിൽ നിന്ന് ഇപ്പോൾ പുതിയത് പൊടിച്ചുകൊണ്ടുണ്ട്. ഒരു 1.25 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അടുത്തത് നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്തോട്ടെ. ഇതിലേക്ക് നമ്മൾ കറി ആക്കുന്ന സമയത്ത് കുറച്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട്. പച്ചമുളക് കുറച്ച് ചേർത്തിട്ട് മുളക് പൊടി കൂടുതൽ ചേർത്താൽ മതി. അങ്ങനെ തേങ്ങ വറുത്ത് വെച്ച് ഇങ്ങനെ കറിയിലേക്ക് മുളക് പൊടി കൂടുതൽ ചേർക്കുന്നതായിരിക്കും നല്ലത്. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ, വലിയ ജീരകം ചേർക്കണ്ട, ഒരുപാട് ചേർക്കണ്ട. നമ്മുടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ജീരകവും ഇതിനകത്ത് കിടന്നിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യട്ടെ. ഇങ്ങനെ ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴേ മിക്സിയിൽ ഇട്ടിട്ട് നല്ല പേസ്റ്റ് പോലെ നമുക്ക് അരച്ചിട്ടെടുക്കാം. ഇവിടെ ഈ ജനലിൻ്റെ അടുത്ത് നിന്ന് നോക്കുമ്പോഴുണ്ടല്ലോ നമ്മുടെ കിളിക്കൂട് ഇതിൻ്റെ നേരെയാണ് ഞാൻ വെച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ആ കിളികൾ കണ്ടവാനും കിളികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ അടുക്കളയുടെ അവിടെ വെച്ചിരുന്ന റോസാട്ടത്. ഇപ്പോൾ നോക്കിക്ക് നന്നായിട്ട് ഇത് കിളിർപ്പ് വന്നിട്ടുണ്ട്. ഇതുമ്പോൾ 5-6 മുട്ടും വന്നിട്ടുണ്ട്. ഈ മുകളിലേക്ക് വന്നിരിക്കുന്ന ഇലകളൊക്കെ പുതിയത് വന്നിരിക്കുന്ന ഇലകളാട്ടാ. ഞാൻ ഇതിനകത്തെ മുട്ടത്തോട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. മുട്ടത്തോട് തന്നെ ഇട്ടിട്ട് കാര്യമില്ല കേട്ടോ. അത് അതിനകത്ത് കിടന്നിട്ട് മണ്ണിൻ്റെ കൂടെ ആവാൻ വേണ്ടിയിട്ട് കുറേ നാളുകൾ എടുക്കും. അതിങ്ങനെ അനങ്ങാണ്ട് കിടക്കും. ഞാൻ മിക്സിയിലിട്ടിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുത്തതാണത്. നന്നായിട്ട് കിളിർപ്പ് വന്നിട്ടുണ്ട്. വേണ്ട പിന്നെ ഇതായിരുന്നു നമ്മുടെ കുഞ്ഞ് റോസ് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ഞാനൊരു വെള്ളപ്പൂ ഉണ്ടാവുന്നത്. അത് ഞാൻ നാട്ടിൽ പോയി വന്നപ്പോൾ ആകെ കരിഞ്ഞ് അത് പോയ പോലെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ അതിനകത്തും നമ്മൾ മുട്ടയുടെ തോടൊക്കെ പൊടിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇതെല്ലാവരും പുതിയ കിളിർപ്പ് വന്നേക്കുന്ന നോക്കിയേ. പിന്നെ നമ്മുടെ ഇതാട്ടാ ഓർക്കിഡ്. നമ്മൾ എല്ലാ വർഷവും ഈ സമ്മർ ആകുമ്പോൾ പൂവുണ്ടാവും. 2 എണ്ണത്തുമ്പോൾ മുട്ടിട്ട് വരുന്നുണ്ട്. പിന്നെ ഉണ്ടല്ലോ നമ്മൾ അകത്തൊക്കെ ചെടികൾ വയ്ക്കുമ്പോഴുണ്ടല്ലോ ഈ പ്രാണികൾ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വെച്ചേക്കുന്നത്. ഒരു മഞ്ഞ സാധനം കണ്ടില്ലേ, അതുമ്മ ഇതാട്ടാ പശയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല, പ്രാണികൾ പിടിച്ചിരിക്കണണ്ട. ഇതിപ്പോൾ ഞാനിപ്പോൾ വെച്ചിട്ട് ഇപ്പോൾ ഒരു 2 മാസമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ കുഞ്ഞു പ്രാണികൾ കിടന്നിട്ട് പറക്കും. അപ്പോൾ ആ പ്രാണികളെല്ലാം ഇതുമ്മ വന്നിട്ട് പിടിക്കും. ഇത് നമുക്ക് ആമസോണിൽ നിന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് കിട്ടും. വലിയ വിലയൊന്നുമില്ല കേട്ടോ. എനിക്ക് ഒരു പ്രാവശ്യം നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ അത് ഒരെണ്ണത്തിൽ ഇതേപോലത്തെ കുറേ എണ്ണം ഉണ്ടാവും. ഒരു 10-20 എണ്ണമെങ്കിലും ഉണ്ടാവും. അപ്പോൾ അകത്ത് ചെടികൾ വയ്ക്കണവർ, അകത്ത് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രാണികളൊക്കെ വരുന്നവർ ഇങ്ങനെ ഒരു സാധനം വാങ്ങിച്ചിട്ട് അങ്ങനെ കുത്തി വെച്ചാൽ മതി. അത് അതുമ്പോൾ ഒട്ടി പിടിച്ചിരുന്നിട്ട് അതിങ്ങനെ ചത്തുവോളും. അതുമ്പോൾ ഇപ്പം കുറേ പിടിച്ചിരിക്കുന്നുണ്ട്. അതുമേ കണ്ട, അത് ആ ചട്ടിയുടെ ഉള്ളിൽ അങ്ങനെ പറക്കുന്നത് നമ്മൾ കാണില്ല. ഇടയ്ക്ക് നമ്മൾ ഈ ചൂട് തുടങ്ങുന്ന സമയത്ത് ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ ചില സമയത്ത് പറക്കുന്നത് കാണാം. അപ്പോൾ ഞാൻ അങ്ങനെ വാങ്ങിച്ച് വെച്ചത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഒറ്റ പ്രാണീനെ ഇപ്പം നമുക്കിവിടെ കാണാനില്ല കേട്ടോ. എന്താ കൂട്ടിൽ ഒരു കിളി വന്നിരിക്കണേണ്ട, അത് മരം കൊത്തി കേട്ടാ. കറുത്ത കളർ, കറുപ്പും വെള്ളമായിട്ടുള്ള മരം കൊത്തി വരുമ്പോൾ ബാക്കിയുള്ള കിളികളൊക്കെ സാധാരണ പറന്നു പോവാറുണ്ട്. ഇപ്പം മരം കൊത്തി മാത്രമേ ഉള്ളൂ അതുമേ. അപ്പോൾ ഇതാണ് നമ്മൾ റോസുമ്മ നമ്മൾ പ്രാണികളെ പിടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന സാധനം. ഒരെണ്ണോട് കുത്തി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പുതിയത് വാങ്ങിച്ചതാട്ടോ. അതിനകത്ത് എനിക്ക് തോന്നുന്നു കുറേ ഉണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ പേര് എന്നിട്ടെന്ന് വെച്ചാലുണ്ടല്ലോ, സ്റ്റിക്കി ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്സ്. സ്റ്റിക്കി ഫ്രൂട്ട് ഫ്ലൈ ട്രാപ്സ് എന്ന് പറഞ്ഞാൽ അടിച്ചാൽ മതിയായിരിക്കും. നമ്മൾ ഗൂഗിളിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. അപ്പോൾ നിങ്ങൾ വീട്ടിലേക്ക് ചെടികളൊക്കെ അകത്ത് വളർത്തി പുറത്ത് വേണമെങ്കിലും പുറത്തും കുത്തി വയ്ക്കാം. അപ്പോൾ പ്രത്യേകിച്ച് അകത്തൊക്കെ എനിക്ക് തോന്നുന്നു ചിലവർ കുറേ ചെടികളൊക്കെ വയ്ക്കുന്നവരുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചില സമയത്ത് ഇതിൻ്റെ ഒരു സീസൺ ആകുമ്പോൾ കുറേ പ്രാണികൾ, കുഞ്ഞു പ്രാണികൾ വരും. അപ്പോൾ ഇത് അങ്ങോട്ട് കുത്തി വെച്ചാൽ മതി. അത് വേറെ കെമിക്കലൊന്നുമില്ല. അതുമ്പോൾ നിറച്ചിങ്ങനെ ഒരു പശയാണ്. അപ്പോൾ അതൊന്ന് പിടിച്ചിരുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നല്ല സൂപ്പർ സാധനം അത്. ചിലരിങ്ങനെ പറയാറുണ്ട്, ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട്, അകത്തിങ്ങനെ വെച്ചിട്ട് ചില സമയമാകുമ്പോൾ ഭയങ്കര ഫ്ലൈ വരുമെന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ നല്ല ചൂടൊക്കെ വരുമ്പോൾ നമ്മളിപ്പോൾ അടുക്കളയിൽ ഇപ്പോൾ എന്തെങ്കിലും ഫ്രൂട്ട്സൊക്കെ വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ കുഞ്ഞു പ്രാണികൾ വരില്ലേ. അപ്പോൾ ഇങ്ങനെ സാധനം അടുക്കളയിൽ എവിടെയെങ്കിലേക്ക് ഒന്ന് കുത്തി വെച്ചാൽ മതി. അപ്പോൾ പ്രാണികളൊക്കെ പൊക്കോട്ടും. അപ്പോൾ ഇതാണ് നല്ല സൂപ്പർ സാധനം. ഇതിന് തീരെ വിലയില്ല അതാണ് കേട്ടോ. വില എത്രയെന്ന് ഞാൻ ഓർക്കണില്ല, ഭയങ്കര വില കുറവാണ്. നമ്മുടെ മുട്ട ഇരിക്കണമെങ്കിൽ ഇപ്പം നമ്മുടെ ചൂടായല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കോഴികൾ
താറാവൊക്കെ മുട്ടയിടുന്നുണ്ട്. താറാമുട്ട കഴിഞ്ഞ ദിവസം നമ്മുടെ 2 ഫ്രണ്ട്സ് വന്നിട്ട് വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. കോഴിമുട്ടയാണ് കൂടെ കൂടുതലിരിക്കുന്നത്. കാരണം കൂടുതൽ ആൾക്കാർക്ക് താറാമുട്ടയാണ് കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുക. കാരണം ഇവിടെ കടയിലാണ് താറാമുട്ട കിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ താറാമുട്ടയാണ് കൂടുതൽ ആൾക്കാർ വാങ്ങുക. അപ്പോൾ കോഴികളൊക്കെ ആയിരുന്നല്ലോ എല്ലാവരും മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വേണ്ട മുട്ടയുണ്ട്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ഒരു ഭംഗിയുള്ള താറാമുട്ട ഇത് അധികമില്ല. ഇതിപ്പോൾ ഒരു 5-6 താറാമുട്ടയുള്ളൂ. ഇന്നത്തെ മുട്ട ഞാൻ കൂട്ടിന്ന് എടുത്തിട്ടില്ല, എടുക്കണം. നമ്മുടെ ടുട്ടുവിൻ്റെ മുട്ട നമ്മൾ ഇതിൽ നിന്ന് മാറ്റിയിട്ടാണ്. കാരണം ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ കുറേ നാളായില്ലോ. പിന്നെ ഇരുന്നിട്ട് ഇനിയിപ്പോൾ നാശമാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളുടെ മുട്ട നമ്മൾ താറാവിന് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തത്. താറാവ് കുഞ്ഞുങ്ങൾക്ക് നമ്മളത് പൊരിച്ച് താറാവ് കുഞ്ഞുങ്ങൾ കൊടുത്ത് നമ്മൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ കറി വയ്ക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ കറി നമുക്ക് റെഡി ആക്കാം. അപ്പോൾ ഇനി കറിയിലേക്ക് നമുക്ക് ഇഞ്ചിയും പിന്നെ പച്ചമുളകും സവോളയും വേണം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇഞ്ചി ചതക്കുന്നതിന് പകരം സവോളയാണ് ചതച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയാണ്ട് പറഞ്ഞതാട്ടാ. അപ്പോൾ ഒരു ചെറിയ കഷ്ണം സവോള എടുത്തിട്ടുണ്ട്, കുറച്ച് പൊടിയായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്, പിന്നെ പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്കൊന്ന് വഴറ്റിയിട്ടെടുക്കാം. പിന്നെ വറുത്തെടുത്തേക്കണ തേങ്ങ ഞാൻ നല്ല പേസ്റ്റ് പോലെ അരച്ച് വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടല്ലോ ഇപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ചെറുതായിട്ടൊരു മയം വന്നു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് ആദ്യം നല്ല തണുപ്പുള്ളപ്പോൾ എടുക്കുമ്പോണ്ടല്ലോ നന്നായിട്ട് മുറുക്കി കൂത്തണായിരുന്നു. ഇപ്പം ഒന്ന് സോഫ്റ്റായി വന്നു തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ വെള്ളമായിട്ടില്ല കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഫസ്റ്റ് ഞാൻ കടുക് പൊട്ടിക്കാതെ. ഓക്കെ, ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചൊക്കെ ചേർക്കാണ്. ഇനി നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ നമ്മുടെ സവോളയ്ക്ക് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്തൊക്കെ ചേർക്കാം കേട്ടോ. ക്യാരറ്റ്, ഉരുളൻകിഴങ്ങ്, പിന്നെ നമ്മൾ റെഡി ആക്കിയിട്ട് വെച്ചാണ് നമ്മുടെ കുടത്ത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അടുത്തത് നമ്മൾ ഇതിലേക്ക് തേങ്ങ ഞാനിവിടെ നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്, അത് ചേർക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ചേർക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ കറി മൂടി വയ്ക്കാം കേട്ടോ. നല്ലൊരു തള വന്നു കഴിയുമ്പോൾ പിന്നെ നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. എന്ത് കറിയായിരുന്നാലും നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ച് റെഡിയാക്കിയിട്ട് എടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മീഡിയം ഫ്ലെയിമിലാണ്. പ്രത്യേകിച്ച് നമ്മൾ തേങ്ങയൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കറികളൊക്കെ ആകുമ്പോൾ ഒരു ചെറിയ തീയിൽ നിന്നിട്ട് വെന്ത് വരുമ്പോഴായിരിക്കും ആ തേങ്ങയുടെ ആ ടേസ്റ്റും ആ തേങ്ങയുടെ ഉള്ള വെളിച്ചെണ്ണയ്ക്ക് അതാണ് പുറത്തേക്ക് വരാൻ. ഓക്കെ, അപ്പോൾ അതോടെ നിന്നിട്ട് റെഡി ആവട്ടെ. ഇനി അടുത്തത് നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എനിക്ക് നമുക്ക് എല്ലാവർക്കും മലയാളികൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു മീനാണ്. നമ്മുടെ മുള്ളും കൂടിയിട്ട് കഴിക്കാൻ പറ്റുന്ന മീനുണ്ടല്ലോ, ഈ മീൻ നെത്തോലി. ഇതിനെ നമ്മൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് നമ്മൾ പൊടിമാസ് പോലെ ഉണ്ടാക്കില്ലേ, പൊടിച്ചിട്ട് റെഡിയാക്കിയിട്ടെടുക്കില്ലേ, അതേപോലെ നമുക്ക് റെഡിയാക്കിയിട്ടെടുക്കാം. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ ക്ലീനൊക്കെ ചെയ്ത് റെഡിയാക്കിയിട്ട് വെച്ചിരിക്കുന്നതാണ്. ഇതിപ്പോൾ 1 കിലോ ഉണ്ട് കേട്ടോ. ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം ഒരു പണിയുണ്ട്, പക്ഷെ അത് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട്, ഇത് പിന്നെ നമ്മൾ സാധാരണ മീനിലേക്ക് നമ്മൾ മസാല എരിവ് പിടിക്കാൻ വേണ്ടിയിട്ട് പറ്റി വയ്ക്കുന്ന പോലെ അത്രയ്ക്ക് നേരത്തെ പറ്റി വയ്ക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മളൊന്ന് പൊടിച്ചിട്ടാണല്ലോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ പറ്റി വയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിലേക്കുള്ള മസാലയ്ക്ക് നമുക്ക് പറ്റി റെഡിയാക്കിയിട്ട് വയ്ക്കാം. പൊടി, മുളക് പൊടി. ഓക്കെ, അപ്പോൾ നമ്മുടെ ആ മീനിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് പാത്രത്തിൽ ഉപ്പ് തീർന്നു, ഉപ്പ് എടുത്ത് വയ്ക്കണം. ഈ ഉപ്പും പാത്രം ഉണ്ടല്ലോ നമ്മൾ മിയ കിച്ചൻ തുടങ്ങിയ സമയം മുതലുള്ളത്. നാളെ ആരോ വീഡിയോ അല്ല ഏതൊരു വീഡിയോയിൽ കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, മിയയുടെ ഉപ്പും പാത്രം ഞങ്ങൾക്ക് നല്ല പരിചയമാണെന്നുള്ളത്. ഇത് പോൾസൈഡ് വർക്ക് ചെയ്യണ കമ്പനിയിൽ നിന്ന് കിട്ടിയത് കേട്ടോ. പോൾസൈഡ് വർക്ക് ചെയ്യുന്നത് ഹെൻഡിഷൈൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ്. അതുകൊണ്ട് കമ്പ്യൂട്ടറിലാട്ടോ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറേ നാൾ മുമ്പ് ഉള്ളതാണ് അതിവിടെ. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതേപോലെ കുറച്ച് മുളക് പൊടി, വേറെ ഒന്നും ചേർക്കണില്ല. പിന്നെ നമുക്ക് വറക്കണ സമയത്ത് ഇതിനെ പൊടി മാസാക്കണ സമയത്ത് നമുക്ക് ഇതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ചേർക്കാം. അപ്പോൾ ഈ അടുത്തത് നമ്മൾ മീൻ വറുക്കാൻ വേണ്ടിയിട്ട് ഇടാട്ടെ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്
അപ്പം ഈ അടുത്തത് നമ്മുടെ കറി എന്തായി നോട്ടെ. ഇതിലേക്ക് നമുക്ക് ലാസ്റ്റ് കുറച്ച് ഉണക്ക ചെമ്മീനും വറുത്ത് പൊടിച്ചിട്ട് ചേർക്കണം കേട്ടോ. നമ്മുടെ മീൻ കൂടി ഇരുന്നിട്ട് നന്നായിട്ടൊന്ന് മുരിയിട്ട് ഇനി അടുത്തത് നമ്മൾ ഇതിലേക്ക് തേങ്ങ കൂടി ചേർക്കണം കേട്ടോ. ഒന്നുകൂടി ഒന്ന് മുരിഞ്ഞിട്ടൊന്ന് ചേർക്കാം. കൂടുതൽ നാളത്തേക്ക് എടുത്ത് വെക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീനൊന്ന് മുരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ചേർത്തോ, അല്ലെങ്കിൽ പിന്നെ തേങ്ങ അത്രയ്ക്കാണ് മുരിഞ്ഞില്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് കേട്ട് വരും. ഇതിപ്പോൾ നമ്മളിപ്പോൾ തന്നെ കഴിക്കാനുള്ളൂ. അപ്പോൾ എനിക്ക് തേങ്ങ അതിനകത്ത് കിടന്നിട്ടാണ് ഒരുപാട് മൊരിയുന്ന ടേസ്റ്റിലും കൂടുതൽ എനിക്കിഷ്ടം പച്ച തേങ്ങയുടെ ടേസ്റ്റിന്. അപ്പോൾ ഒന്നുകൂടി മുരിഞ്ഞ് കഴിയുമ്പോൾ ചേർക്കാം. ഇനി അടുത്തത് നമ്മുടെ കുടപ്പനും കൂടിയിട്ടുള്ള കറി ഉണ്ടല്ലോ, ആ കറിയോട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്ക് നമുക്ക് കുറച്ച് ഉണക്ക ചെമ്മീൻ ഉണ്ടല്ലോ, ഉണക്ക ചെമ്മീൻ നമുക്കൊന്ന് വറുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് കറിയിലേക്ക് നമുക്ക് ചേർക്കണം. അപ്പോൾ നമുക്ക് ഉണക്ക ചെമ്മീൻ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ചെമ്മീനുണ്ടല്ലോ നമ്മൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അവിടെ നമ്മൾ പോത്തിച്ചേരിൽ ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ വാങ്ങിച്ചിട്ടേ നമ്മൾ വീട്ടിൽ തന്നെ ഉണക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മുടെ ചെമ്മീൻ നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. തീ ഓഫ് ചെയ്യട്ടെ. ഇനി ലാസ്റ്റ് നമ്മൾ കറിയിലേക്ക് ഞാനിവിടെ ഒരു ഇച്ചിരി വാളംപുളി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അത് നിങ്ങൾ ഫസ്റ്റ് കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഞാൻ നോക്കിക്കഴിയുമ്പോൾ നമ്മുടെ കറിയിലെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ വെന്തിട്ട് കുറച്ചധികം നേരമായിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചേക്കായിരുന്നു. കാരണം കുറച്ച് കൂടുതൽ നേരം കണ്ട് തിളയ്ക്കണമെന്ന് പറഞ്ഞില്ല, അപ്പോൾ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചേക്കണ നമ്മുടെ ചെമ്മീൻ ചേർക്കട്ടെ. ചെമ്മീനും കൂടിയിട്ട് ഇടണം, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് കിട്ടും. അടുത്തത് നമ്മൾ ഇതിലേക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ ചേർക്കുന്നതിന് കണക്കില്ല, നിങ്ങൾക്ക് എന്തോരം തേങ്ങ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് തേങ്ങ ചേർക്കണം. അപ്പോൾ നമ്മുടെ മീൻ അത്യാവശ്യം നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇതിനകത്ത് കുറച്ച് മുളക് എരിവ് കുറവുണ്ട്. പിന്നെ ഇച്ചിരി മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നെത്തോലി പൊടി മാസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്തത് നമ്മുടെ കറി എന്തായിരുന്നു കേട്ടെ. വേറെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറിയുടെ ഗ്രേവിക്ക് നോക്കിക്ക് ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ചാറിൽ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഒരുപാട് അങ്ങനെ ചാറിലല്ല എടുക്കുന്നത്. എന്നാലും നമുക്ക് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 2 കറികൾ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്കൊരു ഒലത്ത് കറിയും കൂടിയിട്ട് വേണമല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ ഇത് ഫ്രോസൺ ആട്ടാ. ഇതിൻ്റെ പേര് ലൈമ ബീൻസ് എന്നാട്ടോ ഇതിൻ്റെ പേര്. നല്ല ടേസ്റ്റാണ്. ഇത് നിങ്ങൾ കടയിൽ നിങ്ങൾ കാണുമ്പോൾ അത് വാങ്ങിച്ചോട്ടെ. എനിക്ക് തോന്നുന്നത് മിക്കപ്പോഴും നമുക്ക് ഫ്രോസൺ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതിന്ന് ഇന്നലെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കറി വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നലെ ഞാൻ കറി വെച്ചപ്പോൾ ഇന്നലെ നല്ല വെതറായിരുന്നു പറയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നലെ എനിക്ക് പുറത്ത് പണികളുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയി തുടങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരെ ഇട്ടാവുമ്പോൾ ഒരു 8 മണിയൊക്കെ ആകുമ്പോൾ നേരെ ഇട്ടാവുള്ളൂ. അപ്പോൾ കയറി വന്നപ്പോൾ തന്നെ പെട്ടെന്ന് വേറെ 2 കറികൾ വേറെ രണ്ട് കറികൾ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഈ ലൈമ ബീൻസ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഇത് ഫ്രോസൺ ആണല്ലോ, അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ച് വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമ്മൾ റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതുകഴിഞ്ഞിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടായിരുന്നു. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു ഇച്ചിരി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇത് ഇട്ടു. എന്നിട്ട് കുറച്ചും കൂടി ഉപ്പിട്ടിട്ട് ഒന്ന് മൂടി വെച്ച് അത് കഴിഞ്ഞിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിയിച്ച് പോലെ എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒന്നുമല്ലാണ്ട് ഇത് വെറുതെ നമ്മളിപ്പോൾ വെറുതെ ഒന്ന് തിളപ്പിച്ച് വെള്ളം കളഞ്ഞിട്ട് വെറുതെ നമ്മൾ ഇന്നലെ ഞാനിത് സാലഡിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ കുക്കുംബർ ഇതൊക്കെ കൂടിയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തിളപ്പിച്ച് വെള്ളം കളഞ്ഞിട്ട് ഇതും കൂടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. സാലഡിൻ്റെ കൂടെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് അപ്പോൾ അതിൻ്റെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാനാണ്. ഇത് എനിക്കൊന്ന് ഫ്രഷാന്ന് തോന്നണം. പക്ഷെ ഇതിനങ്ങനെ ഒരുപാട് വലിയ വേവൊന്നുമില്ല. അപ്പോൾ ഇത് നമുക്കൊന്ന് തിളപ്പിച്ചിട്ട് വെള്ളം കളയാം. അപ്പോൾ ഇത് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് വെള്ളം ഊറ്റി കളയാട്ടെ. അപ്പോൾ ഇതാട്ടാ സാധനം എന്താന്ന് നോക്കിക്കേ. അപ്പോൾ ഈ നമ്മൾ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത്. ഞാൻ തേങ്ങ വറുത്തെടുത്ത ആ പാൻ തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതൊരു ഉരുളി കേട്ടോ അത്. പക്ഷേ ഇതിൻ്റെ കളറ് നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞു പുളിയൊക്കെ ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ പുളിയൊന്നും ഇട്ടിട്ട് കഴുകിയിട്ട് അതിൻ്റെ കളറൊന്നും എനിക്ക് കിട്ടിയില്ല. സാധനം നല്ലതാണ്. ചെറുപ്പമായതുകൊണ്ടേ നമുക്ക് എടുക്കാൻ പിടിക്കാനൊക്കെ നല്ലതാണ്. ഉരുളിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യുമല്ലോ.
അപ്പോൾ നമ്മുടെ ആസ്പിൻ കൂടെ എന്താ ഇവിടെ ഉറക്കമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നുണ്ട്. എനിക്കറിയാമായിരുന്നു ഞാനത് തന്നെ അവൻ്റെ അടുത്തേക്ക് പോവാണ്ടിരുന്ന. കാരണം നമ്മൾ ചെന്നിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ ഏത് ഉറക്കത്തിലാണെങ്കിലും വേഗം എഴുന്നേറ്റ് ഇങ്ങോട്ട് പോന്നോളൂ. ഇപ്പോൾ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നുള്ള ഇരിപ്പണാണ് കാണുന്നത്. ആസ്പിൻ എന്തിനാ എഴുന്നേറ്റ് പോന്നേ? എന്തിനാ എഴുന്നേറ്റ് പോന്നെ എൻ്റെ മാക്കാൻ? ചോറ് ഇതാട്ടെ നമ്മുടെ ബീൻസ്. പിന്നെ അടുത്തത് നമ്മുടെ മീൻ പൊടിമാസ്. എവിടെ പോവാന്? പോയിട്ട് വേഗം വന്നോട്ടാ. ഓ ആ കിളീനെ കാണാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്നതാണ് കാണുന്നത് ആസ്പി. കിളികൾ അവനെ കണ്ടതോടുകൂടി എല്ലാവരും കൂടി ഒറ്റ പറക്കൽ പറഞ്ഞു ആസ്പിൻ തിരിച്ചു പോവാം. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കൊണ്ട് ഞാനത് പുറത്തേക്ക് വന്നു. കാരണം പുറത്ത് നല്ല വെതറാന്ന് പറഞ്ഞില്ല. അപ്പോൾ നമ്മുടെ കറികളൊക്കെ ഞാൻ ഒന്ന് കഴിച്ചു നോക്കിയിട്ട് പറയാം. ഫസ്റ്റ് നമ്മുടെ കുടപ്പൻ കറി കഴിച്ചു നോട്ടെ. ചില കുടപ്പന് കയ്പുണ്ടാവും കേട്ടോ. നാളെ ഒരിക്കൽ ഞാൻ ഇങ്ങനെ കുടപ്പം വാങ്ങിച്ചിട്ട് ആ കുടപ്പന് ചെറുതായിട്ട് കയ്പുണ്ടായിരുന്നു. കറി വെച്ചിട്ട് ചെറുതായിട്ടൊരു കയ്പ് രസം ഉണ്ടായിരുന്നു. ഇതിന് നോട്ടേട്ടാ കയ്പുണ്ടോന്നാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കൊണ്ട് ഞാനിവിടെ പുറത്തേക്ക് വന്നു. ഇന്ന് പുറത്ത് നല്ല വെതറാന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇനി നമ്മുടെ ചോറ് ഞാനൊന്ന് കഴിച്ചോട്ടെ. ഫസ്റ്റ് നമ്മുടെ കുടപ്പൻ കറി ഒന്ന് കഴിച്ചോട്ടെ. ഇങ്ങനെ തേങ്ങ വറുത്തരച്ച് വയ്ക്കുന്ന കറികളൊക്കെ നല്ല ഇഷ്ടമാണ്.
ആ കുടപ്പനും ആ ചെമ്മീനും പിന്നെ ഉരുളക്കിഴങ്ങും ഇതൊക്കെ കൂടി കഴിയുമ്പോൾ നല്ല കോമ്പിനേഷൻ ആയിട്ട്. അപ്പോൾ നിങ്ങൾ കുടപ്പനുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചില കുടപ്പന് കയ്പുണ്ടാവും കേട്ടോ, അങ്ങനത്തെ കുടപ്പന എടുത്തിട്ട് കറി വയ്ക്കരുത് കേട്ടോ. 3 കൂട്ടം കറികളായിരുന്നാലും നല്ല നല്ല സൂപ്പർ കറികളാണ്. അപ്പോൾ ഈ ബീൻസ് നിങ്ങൾ ഇനി കടയിൽ പോകുമ്പോൾ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാങ്ങണം കേട്ടോ. പിന്നെ കുടപ്പൻ നല്ല കയ്പൊന്നും ഇല്ലാത്ത കുടപ്പൻ കിട്ടാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് ഇങ്ങനെ കറി വെച്ച് നോക്കുക, അതും നല്ല ടേസ്റ്റാണ്. പിന്നെ നെത്തോലി ചിലപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ മുഴുവനായിട്ടായിരിക്കും വറുക്കുന്നത്, ഇതേപോലെ ഇങ്ങനെ പൊടിച്ചിട്ട് വറുത്തിട്ട് എടുക്കുക. അപ്പോൾ ആ മീനൊക്കെ ഏതായാലും നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും. ആ തേങ്ങയുടെ അതൊക്കെ കൂടിയിട്ട് ആകുമ്പോഴുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ മുള്ള് നമ്മൾ മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. എനിക്കാണ് പിള്ളേർക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എനിക്കാണ് പിള്ളേർ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നും മുഴുവനായിട്ട് കൊടുത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ മുള്ളെടുത്ത് മാറ്റി. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ആയിട്ട് മൊരിഞ്ഞ് വരുമ്പോഴുണ്ടല്ലോ ആ മുള്ളും കൂടിയിട്ടാണ് കഴിക്കും. മുള്ളായിരുന്നാലും കാൽസ്യത്തിനൊക്കെ നല്ലതാണല്ലോ. പിന്നെ വേറെ പ്രത്യേകിച്ച് വിശേഷം ഇനി ഇവിടെ എനിക്ക് പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായിരുന്നാലും അകത്തേക്ക് പോവാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ചുകൂടി വെയിലാറി കഴിയുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത് ഞാനിവിടെ ഇരിക്കുന്നത് നമ്മുടെ മേപ്പിൾ ട്രീയുടെ അടുത്താട്ടാ. അല്ല, മേപ്പിൾ ട്രീയുടെ അല്ല, ചെറി ബ്ലോസത്തിൻ്റെ അടുത്ത്. നല്ല ഭംഗി അതിൻ്റെ പൂ കാണാൻ വേണ്ടിയിട്ട്. ഈ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാഴ്ചകളെ കാണിക്കും. ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ താറാവും ഞങ്ങൾ തന്നെ വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് അവരെ നമ്മൾ കുളിപ്പിക്കാൻ വേണ്ടി അന്നൊരിക്കൽ ഇറക്കി എന്ന് പറഞ്ഞില്ലേ കുഞ്ഞായിരുന്നപ്പോൾ, അതുകൊണ്ട് പിന്നെ വെള്ളത്തിൽ ഇറക്കിയിട്ടില്ല. എല്ലാ ദിവസവും അയച്ചിടുമ്പോൾ അവർ ആ വെള്ളത്തിൻ്റെ അടുത്ത് വന്നിരിക്കും. ഇന്ന് ഞാൻ അവരെ പിടിച്ച് വെള്ളത്തിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. നമ്മുടെ ചെറി ബ്ലോസം ഇപ്പോൾ വിരിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 ആഴ്ച ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അധികം ദിവസം നിൽക്കില്ല, കുറച്ചുകൂടി ദിവസം കഴിയുമ്പോഴേക്ക് പൂവൊക്കെ പോകും. പൂവൊക്കെ പോയിട്ട് ഇനിയിപ്പോൾ ഇലയായി തുടങ്ങിയിട്ടുണ്ട്, കണ്ടില്ലേ? ഇല വന്നേനെ കണ്ടില്ലേ? ചെടികൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇവിടെ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് ഈ ചട്ടിയിലൊക്കെ നന്നായിട്ട് കൊണ്ടുവന്നുണ്ട്. ഇതുണ്ടല്ലോ, ഞാനൊരു വൈറ്റ് ഫ്ലവറിൻ്റെ വിത്ത് പാവിട്ട് മുളപ്പിച്ചതാണല്ലോ. നന്നായിട്ട് ഞാറ് പോലെ നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാനവിടെ നീക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ ഓസ് വെച്ചിട്ട് വെള്ളം ഒഴിച്ചത് 2 ദിവസം. അപ്പോൾ ഇതിന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ വന്നപ്പോൾ ആകെ തെരഞ്ഞെടുക്കായിരുന്നു. ഇന്നലെ ഞാൻ നനച്ചു കൊടുത്തു. അത് ഈ മുളച്ച് വരുമെന്ന് അറിഞ്ഞൂടാ. വൈറ്റ് ഫ്ലവർ എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള പൂക്കളുണ്ടാവില്ല. നല്ല മഞ്ഞിലുള്ള പൂക്കൾ. അയ്യോ, ചട്ടിയിലൊന്ന് വെള്ളം എന്തോ പറ്റിയോ? ചട്ടിൻ്റെ വേറെ ചട്ടിയിലേക്ക് മാറ്റണം. അതിൻ്റെ മണ്ണ് ഭയങ്കരമായിട്ട് കുറച്ച് പോയി തോന്നും. ഞാൻ ഈ അടുത്ത ദിവസങ്ങളത് പറിച്ച് നടന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ പോയിന്നാണത്. ഇതിനകത്ത് ചിലത് മിക്കതും ഞാൻ നാട്ടിൽ പോണതിന് മുമ്പ് നമുക്ക് ഭാവിയുടെ 1.5 മാസം ആയിട്ടുണ്ട്. 2 മാസം ആവാറായിട്ടുണ്ടാകും. ഇതൊക്കെ മുളച്ച് വരുന്നുള്ളൂ. കാരണം ഇത് ഈ വെയിലില്ലാത്ത തന്നെ ഇതൊക്കെ നല്ല വെയിൽ വന്നിട്ട്, അല്ലെങ്കിൽ ഇത് നമ്മൾ നേരത്തെ ഭാവി വെച്ചിട്ടൊന്നും കാര്യമില്ല. അവിടെ പയറുതൈകളെ തെരഞ്ഞെടുത്ത് പാവലൊക്കെ ഉണ്ട്, നന്നായിട്ട് മുളച്ചിട്ടുണ്ട്. പയറുതൈകളെ നന്നായിട്ട് വലുതായിട്ടുണ്ട്. ഒരു വേപ്പുണ്ട്, പിന്നെ വെള്ളത്തില് കരിഞ്ഞ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. അതിന് പിടിച്ച് വരുന്ന ആര് കണ്ടു. റോസ് നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളന്ന് പുതിയ റോസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ, കുറേ പൂവാക്കി വിരിഞ്ഞു. ഇത് ഞാൻ അടുക്കളയുടെ അവിടെ ജനലയുടെ അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഇതിനകത്ത് ഇരുന്നിട്ട് ഇപ്പോൾ സമ്മറാണല്ലോ, നന്നായിട്ടൊന്ന് വലുതായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചു. 2 കളർ. അപ്പോൾ കളറൊക്കെ ഫെയ്ഡായിപ്പോയി. ആഹാ, കോഴി ഇപ്പോഴും മുട്ടയിടാനിരിക്കണേ. സമയം എത്ര മണിയായോ എൻ്റെ കോഴി? ഞാൻ എന്നിട്ട് ഞാൻ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് വന്ന മുട്ട ഉണ്ടായത്. മുട്ടയുണ്ടല്ലോ.